സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി 5ാമത്തെ ദിവസം, അതായത് ശനിയാഴ്ച വൈകുന്നേരമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അർജുനെ കാണാണ്ടായിട്ട് 5ാമത്തെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഒരു പക്ഷേ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുന്നിൽ എത്തുമ്പോഴേക്കും അർജുൻ ജീവനോടുകൂടി കയറി ഉണ്ടാകണം എന്നാണ് എൻ്റെ പ്രാർത്ഥന എന്നുള്ളതാണ്. അതായത് ഞാൻ കാര്യത്തിലേക്ക് വരാം. എന്താണെന്ന് വെച്ചാൽ അർജുൻ ഈ മണ്ണിൻ്റെ അടിയിൽ പെട്ടിട്ട് 5 ദിവസമായിട്ട് ഇപ്പോൾ വെള്ളിയാഴ്ച രാവിലെ മാത്രമാണ് നമ്മൾ അറിയുന്നത്. നമ്മളാരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ അർജുൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അതിൻ്റെ ഉള്ളിൽ ജീവനോടെ ഉണ്ടെന്ന് നമ്മളാരും അറിഞ്ഞിട്ടില്ല. ഈ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തപ്പോഴാണ് നമ്മളെല്ലാവരും അറിഞ്ഞത്. ഇപ്പോഴെല്ലാവരും പറയുന്നില്ലേ, മാധ്യമങ്ങൾ ആ വീട്ടിലേക്ക് പോയിട്ട് അവരെ മുന്നിൽ പോയിട്ട് കോലിട്ടിളക്കുന്നു, അവരുടെ മുന്നിലേക്ക് എന്തിനാണോ മാധ്യമങ്ങളെ പോകുന്നത് എന്നൊക്കെ പറയുന്നില്ലേ. ഇതേ മാധ്യമങ്ങളാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അതായത് ഇതുപോലെ ഒരു കുടുംബം ഇങ്ങനെ അനാഥത്തിൽ ആരും സഹായിക്കാനില്ലാതെ ആ ദുരന്ത ഭൂമിയിൽ സഹോദരനടക്കമുള്ള ഒരുപാട് ബന്ധുക്കൾ അടി വാങ്ങിച്ചിട്ട് അവിടെ നിൽക്കുകയാണ്. ആലോചിച്ച് നോക്കണം, ക്രൂരമായിട്ടാണ് മർദ്ദിച്ചത് അവരാ എന്നുള്ളതാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നിയത് ഈ നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ഒരു സിനിമയാണ്. ആ സിനിമയിൽ ഇവരെ നല്ല രീതിയിൽ മർദ്ദിക്കുന്നുണ്ട് ഉദ്യോഗസ്ഥന്മാർ. അതുപോലെയുള്ള മർദ്ദനം തന്നെയാണ് മനാഫിന് കിട്ടിയത്, ലോറീൻ്റെ ഓണർക്ക്. കാരണം അദ്ദേഹത്തിൻ്റെ സമനില തെറ്റിയിട്ടാണ് ആ ഉദ്യോഗസ്ഥനോട് അങ്ങനെ പറഞ്ഞത്. അതിന് അയാൾ നല്ല രീതിയിൽ മർദ്ദിക്കുകയും ചെയ്തു. പക്ഷേ അതെല്ലാം പുല്ല്, നമുക്കതെല്ലാം പുല്ലാണ്. ഈ മർദ്ദനമൊന്നും നമുക്ക് വിഷയമല്ല. നമുക്ക് അർജുനെ കിട്ടണം, അർജുനെ ജീവനോടുകൂടി കിട്ടണം, നിർബന്ധമാണ്. അതായത് അവിടെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നത് കേട്ടു, അർജുൻ ഡ്രൈവറല്ലേ, വേറെ ആരും അല്ലല്ലോ, ഒരു ഡ്രൈവറല്ലേ, ഡ്രൈവർക്ക് ഇങ്ങനെ വേണമെന്ന്. അതൊരു മനുഷ്യജീവനാണ് എന്നുള്ളൊരു വിചാരം പോലും ഇവനൊന്നുമില്ല. അയാൾ ഉളുപ്പില്ലാതെ പറയുകയാണ്. അതുപോലെ തന്നെ ഒരുത്തൻ പറയുകയാണ്, ഈ ലോറി ഉടമക്കാണോ സ്വാധീനം കൂടുതൽ, അല്ല അർജുനാണോ സ്വാധീനം കൂടുതൽ എന്ന് ഒരു ഉദ്യോഗസ്ഥൻ ചോദിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ കേരളത്തിലെ എല്ലാ പ്രതിനിധികളും കാത്തിരിക്കുന്നത് അർജുന് വേണ്ടിയിട്ടാണ്. അർജുന് വേണ്ടിയിട്ട് ഇത്രയും ആൾക്കാർ സംസാരിക്കുമ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കന്നഡക്കാർ, മറ്റുള്ള സംസ്ഥാനങ്ങൾ അവർ വരെ ഞെട്ടി എന്നുള്ളതാണ്. കാരണം മലയാളികളെ ഇവന്മാർക്കൊന്നും അറിയില്ല. ഒന്നാമത്തെ പ്രശ്നം അതാണ്. കുറച്ച് ദിവസം മുമ്പ് നമ്മളെല്ലാവരും കണ്ടതാണ്, ഒരു നദിയുടെ മുന്നിൽ പെട്ടുപോയ ഒരു 5-6ഓളം കുടുംബങ്ങൾ. ആ 6 കുടുംബങ്ങളെയും മലവെള്ളപ്പാച്ചലിൻ്റെ മലവെള്ളം എടുത്തുകൊണ്ടുപോയി, അവരെല്ലാവരും മരിച്ചു. പക്ഷേ അത് കേരളത്തിലാണെങ്കിൽ ജീവൻ പണയം വെച്ചിട്ട് ഒരു മലയാളിയെങ്കിലും ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയേനെ. ഒരു മലയാളി ജീവൻ പോയി കഴിഞ്ഞാലും അവൻ ഒരാളെയെങ്കിലും രക്ഷിച്ചേനെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരാളെയെങ്കിലും അവൻ രക്ഷിക്കും. അതാണ് അവിടെ എല്ലാവരും നോക്കി നിൽക്കുന്നില്ലേ. ഇവിടെ നമ്മുടെ നാട്ടിലാണ് ആ സംഭവം നടന്നതെങ്കിൽ നമ്മുടെ ഫയർഫോഴ്സും നമ്മുടെ നാട്ടുകാരും ചേർന്നിട്ട് ഇനി രാഷ്ട്രീയവും മതവും ഇതൊന്നും നമ്മൾ നോക്കൂല, നമ്മൾ രക്ഷിച്ചേനെ. പക്ഷെ അവിടെ ഇത്രയും ആൾക്കാരുണ്ടായിട്ട് ഈ ഫാമിലിയെ ഒന്നും ചെയ്യാൻ കഴിയാതെ അവരാ വെള്ളത്തിലേക്ക് പോകുന്നത് നമ്മളെല്ലാം നോക്കി നിന്നു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് മലയാളി. ചില ആൾക്കാർ പറയുന്നുണ്ട് കുഴിയിൽ വീണ എന്നാൽ ഓടയിൽ വീണ ഒരുത്തനെ എടുക്കാൻ കഴിഞ്ഞിട്ടാണ്. ഓടയിൽ വീണ ജോയി എന്ന് പറയുന്ന സഹോദരന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചതാണ്. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും നമ്മളെല്ലാം രാഷ്ട്രീയ ഭേദമേന്യേ എല്ലാവരും അവിടെ കിടന്ന് ശ്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഒരുപാട് പ്രതികൂലമായിട്ടുള്ള ഇതിലും നമ്മൾ ശ്രമിച്ചതാണ്. പക്ഷെ എന്തോ ആ പാവപ്പെട്ടവൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയില്ല. അങ്ങനെയും ശ്രമിച്ചിട്ട് തിരിച്ചു കിട്ടിയില്ല. പക്ഷെ ഇതാണോ ഈ നമ്മുടെ ഈ സഹോദരൻ അർജുൻ്റെ കാര്യം അങ്ങനെയാണോ? അർജുൻ ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞു, ഇന്ന സ്ഥലമാണെന്ന് പറഞ്ഞു, എന്നിട്ടും കൂടി അവിടെയുള്ള ഒരു ഉദ്യോഗസ്ഥർ പോലും അത് കാര്യമായിട്ട് എടുക്കുന്നില്ല. അവർക്കൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ റോഡ് എങ്ങനെയും ഒന്ന് ക്ലിയറാക്കി കൊടുക്കണം, അതിനു വേണ്ടിയിട്ടാണ്. പിന്നെ മുടന്ത ന്യായങ്ങൾ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അപകട സാധ്യതയാണ്, ഇവിടെയൊന്നും ചെയ്യാൻ അങ്ങനെ കഴിയില്ല എന്നൊക്കെ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ സേന, അതായത് നമ്മുടെ ഗവൺമെൻറ് ഭയങ്കരമായിട്ട് സംഭവങ്ങളുള്ള ഒരു ഗവൺമെൻറ്റാണ്. എല്ലാ സജ്ജീകരണവും നമുക്കുണ്ട്. ആരെങ്കിലും ഒരാൾ വിചാരിച്ചാൽ മതി. പക്ഷെ എന്തുകൊണ്ടാണ് ഇവരെ കൊണ്ടുവരാത്തതെന്ന് നമുക്കറിയുന്നില്ല. ഇതിലും വലിയ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ ഇതിലും വലിയ രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ എത്തുമ്പോഴേ, കർണാടകയിൽ എത്തുമ്പോഴേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ആ കുടുംബത്തെ കാണുമ്പോഴേ ശരിക്കും ഭയങ്കര വിഷമാണ് വരുന്നത്. അതായത് പ്രത്യേകിച്ച് ഈ അർജുൻ്റെ കാര്യം ആലോചിച്ചപ്പോഴേ, അതായത് അച്ഛന് സുഖമില്ലാതായി കിടപ്പിലായപ്പോഴാണ് ഈ അർജുൻ കുടുംബത്തിൻ്റെ ഭാരം ഏറ്റെടുക്കുന്നത്. അതും 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ. ആലോചിച്ച് നോക്കണം, 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ തൻ്റെ ഇളയ സഹോദരങ്ങളാണ്, അവരെ പഠിപ്പിക്കണമെന്ന് മാത്രമായിരുന്നു അർജുൻ്റെ ചിന്ത. അതിനു വേണ്ടിയിട്ട് ഇദ്ദേഹം പകല് ജോലി ചെയ്ത് അങ്ങനെ ഒരു സഹോദരനെയും ഒരു സഹോദരിയെയും പഠിപ്പിച്ച് ജോലി വരെ ആക്കി കൊടുത്തു എന്നുള്ളതാണ്. അങ്ങനെ തീയിൽ കുരുത്തവനാണ് അർജുൻ. തീയിൽ കുരുത്ത അർജുൻ അവിടുന്ന് കയറി വരണം, വന്നേ തീരൂ, വരണം അർജുൻ.
എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എനിക്ക് ആ ഒരു എന്നാ കവളപ്പാറ ഇങ്ങനെയുള്ള ആ സ്ഥലങ്ങളിലൊക്കെ ഒരു ദുരന്തമുണ്ടായപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തിനും സന്നദ്ധനായിട്ട് ഒരുപാട് ചെറുപ്പക്കാരായാലും അതുപോലെ JCBകളായാലും എല്ലാം ആ ഒരു ദുരന്തഭൂമിയിൽ രാവ് പകല് കഷ്ടപ്പെട്ടിന്. പക്ഷേ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ് ജോലി പോലെയാണ് രക്ഷാപ്രവർത്തനം. അതായത് ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ അവർക്കാർക്കും പറ്റൂല, അവരപ്പോൾ തന്നെ ഇറങ്ങിപ്പോയി എന്നുള്ളതാണ്. നമ്മളെ നാട്ടിലാണ് അങ്ങനെ നടക്കും? ഒരിക്കലും നടക്കില്ല, ഒരിക്കലും നമ്മുടെ നാട്ടിൽ അങ്ങനെ നടക്കില്ല, അത് ഉറപ്പ് തരാം. പണ്ട് പിന്നെ മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, ഇനി എങ്ങനെയാണ് ഈ വീടുകളിലൊക്കെ താമസിക്കുക എന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നാളെ നമ്മളങ്ങ് ഇറങ്ങുമല്ലേ, അതായത് നാളെ എല്ലാ ജില്ലകളിൽ നിന്നും ആൾക്കാർ വന്നങ്ങ് ഇറങ്ങും, ഇറങ്ങിയിട്ട് ഈ റോഡും വീടും ഒക്കെ വൃത്തിയാക്കി കൊടുക്കുമെന്ന്. അതുപോലെ തന്നെയല്ലേ പിറ്റേന്ന് രാവിലെ തന്നെ എന്തോരം ചെറുപ്പക്കാരാണ് ഓരോ വീട് വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങിയത്. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അവിടെയൊന്നും ഒരു ജനങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഒരാൾ പോലുമില്ല. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു കൾച്ചർ അങ്ങനെയാണ്, കർണാടകക്കാരുടെ കൾച്ചർ അങ്ങനെയാണ്. അവരല്ലാതെ വെറുതെ വന്നിട്ട് ആരെയും സഹായിക്കത്തൊന്നുമില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ എത്ര നാട്ടുകാർ അവിടെ ഉണ്ടാകും, എല്ലാത്തിനും നേതൃത്വം നൽകാൻ വേണ്ടി എത്ര ആൾക്കാരുണ്ടാകും. എന്തിനധികം പറയുന്നത് അവിടെയുള്ള മാധ്യമങ്ങളില്ലേ, നമ്മുടെ മലയാളി മാധ്യമങ്ങൾ, അവരെ കൊണ്ടുവിട്ടാൽ മതി, അവർ ജോലി ചെയ്യുമ്പോഴെങ്കിൽ അവിടെ അത്രമാത്രം ആത്മാർത്ഥതയുള്ളവരാണ് നമ്മുടെ മാധ്യമങ്ങൾ. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അത്രമാത്രം കുറച്ച് എന്താ പറയുക ഒരു മനുഷ്യത്വമുള്ളവരാണ്. അതുപോലും അവിടെ കാണിക്കുന്നില്ല ചില ആൾക്കാർ എന്നുള്ളതാണ്. വളരെ മോശമായ രീതിയിൽ തന്നെയാണ് അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾ പോകുന്നത്. അവിടെ ഉള്ളവരുടെ അവസ്ഥ, അതായത് ഈ അർജുൻ്റെ സഹോദരനടക്കം ആ ഒരു ദുരന്ത ഭൂമിയിലാണുള്ളത്. വളരെ കഷ്ടമാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് തന്നെ കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്. ഈ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കൊക്കെ കുറച്ചും കൂടി ശക്തമായിട്ടൊന്ന് ഇടപെടാമായിരുന്നു. പക്ഷെ അവരൊന്നും ശക്തമായി ഇടപെട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ സുരേഷ് ഗോപിക്ക് വേണമെങ്കിൽ ഇടപെടാം. സുരേഷ് ഗോപിയൊക്കെ നല്ല രീതിയിൽ ശബ്ദം ഉയർത്തി കഴിഞ്ഞാൽ ഇന്ന് തന്നെ, അതായത് ശനിയാഴ്ച തന്നെ അവിടെ പിന്നെ സൈന്യത്തെ എത്തിക്കാമായിരുന്നു. ശനിയാഴ്ച തന്നെ എത്തിക്കാമായിരുന്നു. പക്ഷേ ഇവരാരും ഇടപെട്ടില്ല. ഇനി ഇടപെട്ടോന്നൊന്നും അറിയില്ല, ഞാൻ എവിടെയും കണ്ടിട്ടില്ല നമ്മൾ ഇടപെടുന്നത്. എന്തൊക്കെയായാലും എല്ലാവരും അവരവരുടെ കടമ നിർവഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഇടപെട്ടിട്ടില്ല എന്ന് പറയുന്നില്ല, ശക്തമായിട്ട്, അതായത് കിട്ടിയേ തീരോ എന്നാരും പറയുന്നില്ല. എല്ലാവരും കത്തയക്കുന്നത്, മെയിലയക്കുന്നത്, വിളിച്ചു പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ ഡൽഹിയിലിരിക്കുന്നവർക്ക് കുറച്ച് ബോധം വേണ്ടേ? അവർക്കെങ്കിലും കുറച്ച് ബോധം വേണ്ട. ഇത്രയും കാര്യങ്ങളും പിന്നെ ന്യൂസും കാര്യങ്ങളും ഒരു സംസ്ഥാനം മുഴുവൻ ഒരാളെ കാത്തിരിക്കുന്നതെന്ന് കാണുമ്പോഴേ അവർക്കെങ്കിലും ഒരു ബോധം വേണ്ടേ? അവിടെ ഇരിക്കുന്നവർക്ക് എന്താ ഇത് സംഭവം എന്ന് അന്വേഷിച്ചിട്ട് എന്നാൽ പെട്ടെന്ന് തന്നെ ഇതൊന്ന് അയക്കണമല്ലോ എന്നുള്ളൊരു ബോധം വേണ്ടേ? ആ ഒരു ബോധം കൂടി ഇല്ല എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയൊരു സങ്കടമായിട്ട്. ഇനിയിപ്പോൾ അർജുൻ എങ്ങനെയെങ്കിലും ജീവനോടുകൂടി വരണം. ഈ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോഴേക്കും അർജുൻ ജീവനോട് കൂടിയിട്ട് നമ്മളെ മുന്നിൽ ഉണ്ടാകണം. അതുമാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. നന്ദി, നമസ്കാരം.